ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവരും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു. അവരുടെ ലിസ്റ്റ് എടുക്കാനിരിക്കാൻ ഇവിടെ. അതെ, അപ്പൊ ഇന്ന് രാവിലെ എന്നത്തെ പോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം അല്ലേ? അപ്പൊ ഇന്ന് 9ാം മാസത്തിലെ സ്കാനിങ് ആണെന്ന്. അത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ സ്കാനിങ് ആണ്. പറയും എന്നാണ് നമ്മുടെ വന്യെന്നുള്ളത്. അതെ, ഇന്ന് കറക്റ്റ് ഡേറ്റ് നമ്മുടെ ഡോക്ടർ പറയും. സന്തോഷമുള്ള ദിവസമാണ്. അപ്പൊ എന്നും പറഞ്ഞോട്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം. ഇതുവരെ ഉണ്ടായി, ഇനി ഉണ്ടാവണമെന്ന് പറയുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ശ്രുതി അമ്മയും റെഡി ആയിട്ടേക്കുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോകണം. നമുക്ക് ഉച്ചക്കാണ് ഇട്ടേക്കണത്. ഞാൻ അവിടെ ചെന്നിട്ട് ഇന്ന് ഡോക്ടർ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. എന്നാണ് ഡേറ്റ്, ഇനിയിപ്പോൾ എന്ന് അഡ്മിറ്റ് ആവണം, ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് പോയിട്ട് ശരിയാക്കണം അവിടെ പോയിട്ട്. അപ്പോൾ ഇന്ന വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിരിക്കുക. ഇന്ന് മുതലുള്ള എല്ലാ ദിവസത്തെ വീഡിയോ എല്ലാവരും കാണാൻ ഇത്ര നാൾ ആഗ്രഹിച്ച ഒരു വീഡിയോ ഇങ്ങനെ വരാൻ പോണത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സാഹചര്യങ്ങളുണ്ട്, എടുക്കാം. നമുക്ക് മനസ്സിലായി, എനിക്ക് തന്നെ വരാറില്ല, എനിക്കും വരാറില്ല. കയറി കാണണേണ്. അതുകൊണ്ട് നമുക്ക് കുറെ ആൾക്കാർക്ക് കാണാൻ പറ്റണില്ല. നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, കുറെ പേര് കാണുമ്പോൾ ചോദിക്കണം ഇപ്പൊ വീഡിയോ ഇല്ലല്ലേ, യൂട്യൂബിൽ വീഡിയോ ഒക്കെ നിർത്തിയാല് അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അല്ലട്ടാ, അതെന്തോ സംതിങ് എന്തോ റോങ് ആയിട്ടിരിക്കണാണ്. പിന്നെ അതെല്ലാം റെഡി ആയിക്കോളും. അപ്പോൾ ഇനി എല്ലാവരും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതിൻ്റെ അടുത്ത് 2 ചേട്ടന്മാർ വന്നു. ഒരാൾ കറിക്കും കൊണ്ട് വന്നു, ഒരാൾ അമ്പലത്തിൽ ഒരു സംഭവം ഇട്ട് വന്നല്ലേ. ഉത്സവത്തിന്റെ പിരിവാണല്ലേ, സീസൺ ആണല്ലോ, ഇപ്പൊ കഴിയാറായി. അതെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാലില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മളുടെ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്തെല്ലാം ഞാൻ ഇടും എന്തായാലും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നിങ്ങളുടെ എപ്പോഴും വേണം, അത്രേ പറയാനുള്ളൂ. അതെ, പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ പോണ്. സ്കാനിങ് ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾ വീഡിയോ കാണുള്ളൂ. അതെ, അപ്പൊ നാളെ തന്നെ ഞങ്ങൾ വേറെ വീഡിയോ ഇട്ടേക്കാം. അതെ, അപ്പൊ നമുക്ക് നേരെ പോയാലോ, പോവാന്നാ. അപ്പൊ നേരെ ഇവിടെ എത്തിയിട്ട് അതെ ഇവിടെ ആള് എല്ലാം റെഡിയാക്കി വെച്ചോണ്ടിരിക്കുന്നു. ഇവിടെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇത് ആദ്യം മൂലമുള്ള ഉണ്ട് തോന്നല്. അപ്പൊ ഇങ്ങനെ എടുത്ത് വെക്കാണ്. നമ്മുടെ ഫയലൊക്കെ ആയിട്ട് പോകുന്നു അല്ലേ? എന്ത് പറയുന്നു? ഹാപ്പി ആയിട്ടിരിക്കണം. സ്കാനിങ് കഴിഞ്ഞിട്ട് എന്താണെന്ന് പറയാ തീർത്ത്. അതെ, നമ്മൾ ഇറങ്ങും. ചവിട്ടി പിടിച്ചിരിക്കാനോ അവിടെ അല്ലേ? ഉച്ചയ്ക്കാണ് സ്കാനിങ്. അപ്പൊ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്കാനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. അതെ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് എല്ലാം നമുക്ക് ഇന്ന് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ അല്ലേ? ഇന്നെല്ലാം കാണിക്കാം. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കിയാലോ? ഇറങ്ങാൻ നോക്കാം. അച്ചാച്ചൻ ഒരു ചോച്ചനൊക്കെ കേട്ടത്. അമ്മോട് ഇന്നലെ കളിക്കാൻ പോയി, എൻ്റെ കളിയുടെ വീഡിയോ എടുത്ത് കണ്ടോണ്ടിരിക്കുന്നു. ഒരാൾ അങ്ങോട്ടും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോകാൻ നോക്കിയാലോ? ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചേക്കണം. ഇത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ അതെ, ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട്. കണ്ടോ, ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് സ്കാനിങ്ങിൽ. അതെ, അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലെന്നോ, ലഞ്ച് എന്നിട്ട് അല്ല ഇതിന് പോയിക്കണേ. അതെ, ഉണ്ട്, അല്ലെങ്കിൽ വരാൻ പറയൂല. അവിടെ എത്തിക്കോളും എന്തായാലും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്തേക്കാം. ഇനി സ്കാൻ ചെയ്ത് കണ്ട് നമുക്ക് കാണാം അല്ലേ? അനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാ ഇനി നമ്മളുടെ ഡോക്ടറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സ്കാനിങ് കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞല്ലേ? നമുക്ക് കിട്ടിയിട്ടില്ല റിപ്പോർട്ട്. ആയിട്ടുണ്ടാവും, മേടിക്കണം ചെന്നിട്ട് റിപ്പോർട്ട് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി എന്താണെന്ന് അവിടെ ഇരിക്കാതെ പറയും. അപ്പം നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഡോക്ടർ ഇല്ലെന്നോണല്ലേ? വേണ്ട, വിളിക്കണ്ട. കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കണം. അതെ, അപ്പൊ നോക്കട്ടെ, റിസൾട്ട് ആയാൽ നോക്കട്ടെ പോയിട്ട്. ഹലോ, അപ്പൊ നോക്കിയാ നമ്മളതേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോകുന്നത് ഏകദേശം ഇപ്പൊ ഒരു 6 മണിയാവാറായിട്ടുണ്ട്. ഇരുട്ടാവണല്ലേ? അതെ, നമ്മൾ 6 മണിയാവുമ്പോ
തിരിച്ചു വരുള്ളൂ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അറിയാണ്ട് പറഞ്ഞതാണ്, കറക്റ്റായിട്ട് അങ്ങനെ ആയിപ്പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല, ഇനി ശ്രുതി എല്ലാം പറയും. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം, സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഷുഗറിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അത് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ 2 ടെസ്റ്റിലും വ്യത്യാസമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് ഡോക്ടർ നമ്മളോട് പറഞ്ഞൊരു ഇത്തിരിയൂടെ നമുക്ക് നേരത്തെ ഡെലിവറി ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഇതൊക്കെ വരികയാണെങ്കിൽ നമ്മളോട് ചെല്ലാൻ പറഞ്ഞ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 37 വീക്ക് ആവും. അതെ അതെ, ഇപ്പൊ ഒരു ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ആ ഡേറ്റ് ഇപ്പൊ പറയാനുള്ള. അപ്പൊ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ാം തീയതി ഒരു ചെക്കപ്പ് കൂടെ ചെക്കപ്പും കൂടി ഉണ്ട്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് എന്തായാലും പിന്നെ തന്നെ അഡ്മിറ്റ് ആയിരിക്കും മിക്കവാറും. അതെ, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഇതുവരെ ഉണ്ടായ എല്ലാവരും പ്രാർത്ഥന ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതെ, ഇപ്പൊ വരെയും എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. പിന്നെ എല്ലാവരും ഒരുപാട് മെസ്സേജ് ആയാലും കമന്റ് ആയാലും ഒക്കെ പറയുന്നുണ്ട്, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ബേബി ആണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇനിയും എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതെ, ഇനിയിപ്പോ ലാസ്റ്റ് എല്ലാവരും ഇനിയാണ് നമ്മുടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രണ്ടുപേരുടെ പുറകിൽ അവിടെ ഇരിക്കുന്നത്. ഇത് നല്ല കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇവിടെ ശ്രുതിക്ക് പാട്ട് പാടി കൊടുക്കാനുള്ള ട്രെയിനിലൊക്കെ ആയിരുന്നു. ഞാൻ ഇഷ്ടംപോലെ പാട്ട് പാടുന്നത് ഇത്ര നേരം പാടുന്നത് രക്ഷയില്ല. മിണ്ടൂലേ? മിണ്ടുന്നില്ല കുട്ടി, മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്ത? അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. അതെ, ഓഫ് സ്ക്രീനിലാ മിണ്ടോള്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള്. അപ്പൊ ശ്രുതി ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലെ? അതെ, ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാണ്. പിന്നെ ഇനിയിപ്പൊ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ വരുമ്പോ അങ്ങനത്തെ ക്ഷീണങ്ങളൊക്കെ ഉള്ളു, അല്ലാണ്ട് വേറെ എല്ലാരും ഓക്കെ ആയിട്ടിരിക്കും. അപ്പൊ എല്ലാം ഹാപ്പി ആയിട്ടിരിക്കണം. ഫോണിന്റെ സ്റ്റോറേജ് അങ്ങോട്ട് തീർന്നു പോയി. അതെ, സ്റ്റോറേജ് പറഞ്ഞു വന്നപ്പോഴേക്കും ആ ഫ്ലോ അങ്ങോട്ട് പോയി. അപ്പൊ സ്കാനിങ് ഒക്കെ ഇന്ന് കഴിഞ്ഞ് അപ്പൊ അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞേക്കണം. അതെ, അമ്മേ അതെല്ലാവരും ഇനിയും ഒന്നുകൂടി പറയണം, എല്ലാവരും പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ കുഴിമന്തിയൊക്കെ കഴിച്ചു പോകുന്നതാണ്. അതെ, അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം അല്ലേ? ഓക്കേ. ഹലോ, അപ്പോൾ നോക്കി നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഞാൻ നേരെ ഇവിടെ അമ്മനെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ സുധര വീട്ടിലേക്ക് പോയി. ഇന്നലെ അവിടെ ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ ഇവിടെ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, വലിയേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ രാവിലെ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ പോയി. ഇവിടെ അടുത്ത് തന്നെ അമ്പലത്തിൽ പോയി. അമ്പലത്തിലിടക്ക് പോകാറുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് വിശേഷങ്ങൾ. ഇന്നലെ ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും പറയണം കേട്ടിട്ടുണ്ടാകും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാം. അപ്പോൾ കൂടെ എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ നദി കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ മുടങ്ങാണ്ടൊക്കെ കാണണം കേട്ടോ. എല്ലാ വീഡിയോസിലും നല്ല ഇത്ര നാളെല്ലാവരും ആഗ്രഹിച്ച സന്തോഷമായ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മര്യാദ നടക്കട്ടെ അല്ലേ? ആ, അപ്പം അങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ. അപ്പം ഇനി വലിച്ച് എന്താണിത് മൊത്തത്തിൽ കുടുങ്ങിപ്പോയല്ലേ പറഞ്ഞപ്പോൾ. എല്ലാവരും പ്രാർത്ഥന വേണമെന്നാണ് വലിയ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൊച്ചു വിശേഷങ്ങളൊക്കെ. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ, അടുത്ത വീഡിയോ വെച്ച് നിർത്തി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.